ആശുപത്രി കിടക്കയിൽ രോഗശയ്യയിലായിരുന്ന അച്ഛൻ്റെ കിടക്കയ്ക്കരിയിൽ അപകടത്തിൽപ്പെട്ട് കിടന്ന ഒരാൾ. ആരോരുമില്ലാത്ത അയാളെ കാണാൻ ആരും വരില്ല. പക്ഷേ എന്നും അച്ഛന് ചോറ് കൊടുക്കാൻ പോകുന്ന സുരഭി എന്ന മകൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അയാൾക്കാരുമില്ലാത്തത് സുരഭി ഏറെ വേദനിപ്പിച്ചു. എല്ലാ ദിവസവും അച്ഛനെ കാണാനും ഭക്ഷണം കൊടുക്കാനും പോകുന്ന അവസരത്തിൽ അച്ഛൻ്റെ കിടക്കയ്ക്കരികിൽ കിടന്ന സലീമിനും സുരഭി ഭക്ഷണം കരുതി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സലീം മരിച്ചു. മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല. ഇതിനെ തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. അന്ന് പോലീസ് സർജനോട് അവകാശികൾ ആരും തന്നെ എത്തിയില്ലെങ്കിൽ സലീമിന് മതാചാര പ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ തനിക്കും അവസരം തരണമെന്ന് സുരഭി പറഞ്ഞിരുന്നു. ആരോരുമില്ലാത്ത സലീമിന്റെ അന്ത്യയാത്രയ്ക്ക് കൂട്ടായി സുരഭി എന്ന നഴ്സ്. ഈ നഴ്സിന് അഭിനന്ദനങ്ങളുടെ പെരുമഴയാണ്. സ്നേഹപൂർവ്വം നൽകിയ ആഹാരം, മനസ്സറിഞ്ഞ് നൽകിയ പരിചരണം, സ്നേഹം, ഇതൊക്കെ സലീമിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നായിരുന്നു സുരഭിയുടെ പ്രതീക്ഷ. ഈ ഭൂമിയിൽ നിന്ന് മടങ്ങാൻ നിയമത്തിന്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോയപ്പോഴെല്ലാം അവർ മനസ്സിൽ ഉറപ്പിച്ചു, അജ്ഞാതനായി ആരുമില്ലാത്ത ഒരാളായി നിങ്ങളെ ഞാൻ പറഞ്ഞയക്കില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം അയാൾ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനമുറിയിലേക്ക് യാത്രയാകുമ്പോൾ ഉറ്റബന്ധുവായി കർമ്മങ്ങൾ നടത്താൻ അവർ മുൻകൈയെടുത്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറായ സുരഭിയാണ് മനുഷ്യത്വത്തിന്റെ കരങ്ങൾ ഒരു അജ്ഞാതന് നേരെ നീട്ടിയത്. സുരഭിയുടെ അച്ഛൻ സുധാകരൻ പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മകളായി നഴ്സായി അച്ഛനെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴെല്ലാം തൊട്ടടുത്ത കിടക്കയിൽ കൗതുകത്തോടെ ഒരാൾ നോക്കിയിരിപ്പുണ്ടായിരുന്നു. തെരുവിൽ അവശനിലയിൽ കണ്ടെത്തി പോലീസ് ആശുപത്രിയിലെത്തിച്ച സലീം എന്ന 54-കാരൻ. ആരോരുമില്ലാത്ത അയാൾക്ക് സുരഭി സ്നേഹത്തണലായി. അന്നവും മരുന്നും നൽകി. അപ്രതീക്ഷിതമായി സലീം മരിച്ചപ്പോൾ സുരഭിക്ക് അത് വലിയൊരു വേദനയായി. ആരും ഏറ്റെടുക്കാനില്ലാത്തതിനാൽ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചുമതലകൾ മാറിയതോടെ മോർച്ചറിയുടെ മേൽനോട്ടം സുരഭിയിലേക്കെത്തി. മോർച്ചറി റാക്കിൽ സലീമിന്റെ മൃതദേഹം കാണുമ്പോഴെല്ലാം ആ കണ്ണുകൾ നിറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം ഖബറടക്കുമ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തന്നെ അനുവദിക്കണം എന്നായിരുന്നു അധികൃതരോട് സുരഭിയുടെ അഭ്യർത്ഥന. അന്ന് പോലീസ് സർജനോട് അവകാശികൾ ആരും തന്നെ സലീമിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ എത്തിയില്ലെങ്കിൽ മതാചാര പ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾ സലീമിന് ചെയ്യാൻ തനിക്ക് അവസരം തരണമെന്ന് സുരഭി അഭ്യർത്ഥിച്ചിരുന്നു. 5 മാസം കടന്നുപോയി. ആരും എത്തിയില്ല. കഴിഞ്ഞ ദിവസം സലീമിന്റെ മൃതദേഹം കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ പഠനാവശ്യത്തിനായി നൽകാൻ സർക്കാർ ഉത്തരവായി. ഈ വിവരം പോലീസ് സുരഭിയെ അറിയിച്ചു. വിവരമറിഞ്ഞ് സുരഭി കൊല്ലം ജുമാ മസ്ജിദിൽ നിന്ന് മതപണ്ഡിതരെ ക്ഷണിച്ചു വരുത്തി മരണാനന്തര കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്തി. ഇതിനുശേഷമാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയത്. ഇതിനായി വേണ്ടിവന്ന ചിലവുകൾ മുഴുവൻ സുരഭി വഹിച്ചു. നടപടികൾ പൂർത്തിയാകാൻ 5 മാസമെടുത്തു. പടിഞ്ഞാറേക്കല്ലട കോതപുരം ആവണി നിലയത്തിൽ റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹനാണ് സുരഭിയുടെ ഭർത്താവ്. മക്കളായ ആവണി മോഹൻ നൃത്താധ്യാപികയും അൽക്ക മോഹൻ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമാണ്. കുടുംബം സുരഭിക്ക് സഹായങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നു. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ബിഷപ്പ് ഹൗസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള ട്രാക്കിന്റെയും ഈ വർഷത്തെ മികച്ച സേവനം കാഴ്ചവെച്ച നഴ്സിനുള്ള അവാർഡ് സുരഭി മോഹൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് നന്മ വറ്റിയിട്ടില്ല എന്നുള്ള ആശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.